അറിവിനെ സ്നേഹിക്കുന്നവർക്ക് കാലം മാറുന്നതിനൊപ്പം വിജ്ഞാനം നേടുവാൻ മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിൽ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. തീർത്തും സൗജന്യമായാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രവർത്തനം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിൽ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു. മാറുന്ന കാലത്തിനനുസരിച്ച് വിജ്ഞാനം നേടുന്നതിനുള്ള സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിന്റെ 50ാമത് വാർഷികത്തിൽ അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി വെള്ളൂർക്കുന്നത്ത് പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പ്രസ് ക്ലബ്ബ് ആസ്ഥാനത്ത് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഇല്ലെങ്കിൽ എന്താവും ആലോചന, പ്രസ് ഇല്ലെങ്കിൽ ഓഫീസേഴ്സ് എന്താവും, ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ഈ ജനാധിപത്യത്തിൽ ഉണ്ടാവുന്നത് പ്രസ്സിന്റെ സിൻസിയർ എഫേർട്സ് കൊണ്ടാണ്. വേൾഡ് ലെവലിൽ നമുക്ക് കാണാം, ഇന്ത്യ ലെവലിൽ നമുക്ക് കാണാം, കേരളത്തിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ബോത്ത് പ്രിന്റ്. അതാണ് ഞാൻ ചോദിച്ചത്. ടി വിയുണ്ട്, പ്രസ് മീൻസ് പ്രിന്റും ഇലക്ട്രോണിക് ചാനൽസ് രണ്ടുമുണ്ട്. വളരെ സെൻസേഷനലൈസ് ചെയ്യുന്ന സമയങ്ങളിലാണ് വളരെ ഒരു റെസ്പോൺസിബിൾ ആകേണ്ടിയ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മീഡിയക്ക് ആവശ്യമാണ്. ബിക്കോസ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ ആരാണ് ഫസ്റ്റ് ന്യൂസ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വലിയൊരു കോമ്പറ്റീഷനാണ് ഉള്ളത്. ആൻഡ് കേരള മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ഒത്തിരി ന്യൂസ് ചാനൽസ് ആണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 8-10 ഉണ്ടാവാം, അതിന് മുകളിൽ ഉണ്ടാകാം. ന്യൂസ് പേപ്പേഴ്സ്, ഇത്തരം ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന വേറെ ഒരു സൊസൈറ്റി ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും മലയാളി എല്ലാവരും 2-3 ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പറിലുള്ളത് കറക്റ്റാണോ വേറെ ന്യൂസ് പേപ്പറിൽ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എവിടെയല്ല, ഒരു സൊസൈറ്റിയിലും പറയില്ല. അത് തേഴ്സ്റ്റ് ഫോർ ഇൻഫർമേഷൻ. കർഷക മാധ്യമ അവാർഡ് നേടിയ പ്രസ് ക്ലബ്ബ് അംഗം KM ഫൈസലിനെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ലബ്ബ് അംഗം മുഹമ്മദ് ഷെഫീഖിന്റെ മകൻ മുഹമ്മദ് തമീമിനെയും ചടങ്ങിൽ മൂവാറ്റുപുഴ DYSP PM ബൈജു ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ബിജു, സെക്രട്ടറി അനൂപ് PS തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ വായനയെ സ്നേഹിക്കുന്നവർക്കെല്ലാം സേവനം ലഭ്യമാക്കും വിധമാണ് മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിന്റെ ഡിജിറ്റൽ ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. മാറുന്ന ശീലങ്ങൾക്കൊപ്പം വായനയെയും പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓൺലൈൻ സേവനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും പൊതുനന്മയും ലക്ഷ്യമിടുന്ന പ്രസ് ക്ലബ്ബിൽ ആരംഭിച്ച ഡിജിറ്റൽ ലൈബ്രറിയിൽ ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് വിവരശേഖരണം നടത്താവുന്നതാണ്. ഡിജിറ്റൽ ലൈബ്രറിയുടെ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമായിരിക്കും.